കഴിഞ്ഞ ദിവസം LDF തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുമെന്നും 110 സീറ്റ് കിട്ടുമെന്നും എല്ലാം അവർ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ അതിനത്ര കോൺഫിഡൻസ് പോരാ. അവർ പറയുന്നതെന്നുള്ളൂ. കോൺഗ്രസ് UDF ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് പറയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിന്റെ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF മുന്നേറുമെന്നും ഭരണം പിടിച്ചെടുക്കുമെന്നും മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ എന്നത് വെറും ഒരു സ്വപ്നമായി നിൽക്കുമെന്നും കോൺഗ്രസും UDFും വാദിക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളമാണ് ഒരു യാഥാർത്ഥ്യം? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം അല്ലാതെ നമ്മൾ എന്തൊക്കെ പരിശോധിച്ചാലാണ് നമുക്ക് ആ വിജയം അവർ ഉറപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, UDFിനെ സംബന്ധിച്ചും LDFിനെ സംബന്ധിച്ചും ഇതൊരു ഡൂ ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് UDFിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരടക്കം പറയുന്നത്, അല്ലെങ്കിൽ ചാനലുകളിലെല്ലാം പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൂ ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ഞാൻ പറയുന്നു UDFിനെയും LDFിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൂ ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. കാരണം കേരളത്തിൽ കൂടി, കേരളത്തിന്റെ LDFിന് കേരളത്തിൽ മാത്രമാണ് നിലവിൽ അധികാരത്തിലുള്ളത്. കേരള സംസ്ഥാനം കൂടി LDFിനെ കൈവിട്ടാൽ പിന്നെ പാർട്ടി ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി ഒതുങ്ങും. മറിച്ച് UDF നോക്കുമ്പോൾ മറ്റു 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലില്ലെന്ന് മാത്രമല്ല പ്രതിപക്ഷത്ത് പോലും ഉണ്ടാകില്ല. അപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം 3 സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടെങ്കിലും ഈ ഒരു വിജയം എന്ന് പറയുന്നത് അവർക്ക് അനിവാര്യമാണ്. കാര്യം 10 വർഷമായി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. 10 വർഷമായി പ്രതിപക്ഷത്ത് തുടരുന്നത് ശരിയായ രീതിയല്ല. അത് വലിയ രീതിയിൽ മോശമായ ഇമ്പാക്ട് ഉണ്ടാക്കും. കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു പ്രാവശ്യം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന തലത്തിലേക്ക് പോകും എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അവർക്കൊരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഓവർ കോൺഫിഡൻസ് നൽകുന്നത് തന്നെയാണ്. കാരണം നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിനെയും LDFിനെയും ഞെട്ടിച്ചതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതായെങ്കിലും പ്രതിഫലിക്കാറുണ്ട് എന്നാണ്. അതേ രീതിയിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ പോലും ചെറുതായി എങ്കിലും പ്രതിഫലിക്കാറുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമാകുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. കേരളം കണ്ടതാണ് ക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയും എടുത്ത് ഇറങ്ങിയ മറിയക്കുട്ടി അടക്കം കേരളം കണ്ടതാണ്. സർക്കാർ ജീവനക്കാർക്ക് യഥാക്രമം ശമ്പളം നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മേഖല എന്താണ്, ഒറ്റ രാത്രി കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിൽക്കാൻ ശ്രമിച്ച സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് നമുക്കറിയാം. ആരോഗ്യ മേഖല, അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ജില്ലകളിൽ കൊടുക്കേണ്ട ഒരു സുരക്ഷിതത്വം, അല്ലെങ്കിൽ അതിനൊന്നും പ്രതിരോധം കണ്ടെത്താൻ കഴിയുന്നില്ല. നെൽ കർഷകര്, റബ്ബർ കർഷകർ, ഇവർക്കൊന്നും വേണ്ടത്ര രീതിയിൽ തീരദേശ സംരക്ഷണവും ഒന്നും. കാര്യം നമുക്കറിയാം, മുതലപ്പുഴയൊക്കെ ഇവര് എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരവസ്ഥ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മുൻപൊക്കെ നമുക്കറിയാം, ന്യൂനപക്ഷങ്ങൾ കൂടുതലായും LDFിനൊപ്പമായിരുന്നു. ഇത്തവണ ന്യൂനപക്ഷങ്ങളെല്ലാം LDFിനെ കൈവിട്ടു. കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട്, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾ മാറി എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. 30% ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, അല്ലെങ്കിൽ 30% വോട്ട് ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്താണ്, ഭൂരിപക്ഷങ്ങൾ മാത്രം ഒപ്പം നിന്നാൽ ഒരു പാർട്ടിയും കേരളത്തിൽ വിജയിക്കില്ല. അപ്പൊ ന്യൂനപക്ഷങ്ങൾ ഒപ്പം നിർത്താനായി ക്രൈസ്തവ സമൂഹത്തെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് അനുകൂലമായി നിന്നു എന്ന് പറയുമ്പോൾ, ഇതേപോലെ തന്നെ അവർ ഇനിയും ന്യൂനപക്ഷങ്ങൾ UDFിന് അനുകൂലമായി നിന്നാൽ അത് അവർക്കുള്ള വിജയ സാധ്യത കൂട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ പറയുന്നത് ഒരു വശത്ത് BJPയുടെ വളർച്ചയാണ്. ഇതിന്റെ അകത്ത് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP താമര വിരിച്ചു, അല്ലെങ്കിൽ എന്താണ്, തിരുവനന്തപുരത്തെ കാവ്യ പുതപ്പിച്ചു. പക്ഷെ മറിച്ചൊരു കാര്യം നോക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ശതമാനം 20%. പക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ശതമാനം 14 പോയിന്റ് സംതിങ്ങിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതും പരിശോധിക്കുമ്പോൾ അതും കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ എന്തൊക്കെ പറയുമ്പോഴും, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുമ്പോഴും, സാധാരണഗതിയിൽ കേരളത്തിനൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. 5 വർഷം UDF ഭരിച്ചാൽ അടുത്ത 5 വർഷം LDF. ഒരു തുടർഭരണം ആർക്കും കേരളം സമ്മാനിച്ചിട്ടില്ല.
കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് തുടർഭരണം LDF-ന് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ അന്നത്തെ ഭരണത്തിന്റെ മികവൊന്നുമല്ല. LDF-ന് കിട്ടിയ അല്ലെങ്കിൽ LDF രണ്ടാമത്തെ ഭരണപരാജയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് രണ്ടാം LDF സർക്കാർ വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ UDF-ന് സാധിച്ചിരുന്നില്ല എന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി സമയത്ത് അപ്പൊ അതിപ്പോ ഏത് സർക്കാർ ആയിരുന്നെങ്കിലും ഇതുപോലെ തന്നെ ജനങ്ങളെ സംരക്ഷിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആരോഗ്യ വകുപ്പെല്ലാം അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ആണ് ആ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്, രണ്ടാം പിണറായി സർക്കാർ വന്നതും. പക്ഷെ അതിൽ വേറൊരു കാര്യം, സാധാരണഗതിയിൽ ഈ ഓരോ ടേം ഓരോരുത്തരായി മാറി മാറി വരുമ്പോൾ ഓരോരുത്തരും എന്തെങ്കിലും പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന രീതിയിൽ പരസ്പരം പഴിചാരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് മാത്രമല്ല ചേച്ചി, ആദ്യം നിൽക്കുന്ന സർക്കാർ കൃത്യമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതികൾ അന്ന് എതിർക്കുകയും തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് അത് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് വാദിക്കുന്ന തലത്തിലേക്കായിരുന്നു അന്ന്. തുടർഭരണം വരുമ്പോൾ നമുക്ക് തുടർഭരണം ഇല്ലാതിരിക്കും, അങ്ങനെയാണല്ലോ. പക്ഷെ ഇപ്പോ തുടർഭരണം ആയതുകൊണ്ടാണ് ആരുടെ മേലും കുറ്റം പഴിചാരാനില്ല. അതിന് മുന്നിലത്തെ ഇവർ തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുണ്ടായ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ചൂരൽമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്ന ഇത്രയും വലിയൊരു ഫണ്ട് അവിടെ എത്തിയിട്ട് അതിനെ എങ്ങനെ പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. 400 വീട് കൊടുക്കുമെന്ന് പറഞ്ഞതിൽ 300 UDF-ന്റെ വകയായി അവിടെ നടക്കുമ്പോഴും ബാക്കി 100 വീടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ വർഗീയത പറയുന്നത് LDF, CPM, LDF എന്ന് നമ്മൾ മൊത്തത്തിൽ പറയണ്ട, CPM-ന്റെ നയങ്ങൾ തന്നെയാണ് LDF-ൽ മെയിനായിട്ട് ബാധിക്കുന്നത്. CPM മതേതര പാർട്ടി എന്ന് അവർ പറയുമ്പോഴും അവരുടെ ആശയങ്ങളെല്ലാം അതാണ്. എന്നാൽ പോലും പ്രകടമായി തന്നെ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ഇവരെല്ലാം നേട്ടം പ്രതീക്ഷിച്ച് ഈ പാർട്ടിക്ക് വോട്ട് കൊടുത്തവരല്ല. പിണറായി വിജയനെ ആരാധിക്കുന്നതൊന്നും വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും മാത്രമല്ല, കമ്മ്യൂണിസം എന്ന ആശയത്തോടുള്ള ആരാധന മൂത്ത്. അങ്ങനെ പലരും ഇപ്പോൾ അവിടെ നിറങ്ങി ഓടുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കാരണം BJP എന്തായാലും കേരളത്തിൽ BJP-യുടെ ഒരു ഇമ്പാക്ട് കണ്ടിട്ട് CPM-ൽ നിന്നും BJP-യിലേക്ക് ഇന്നൊരു, അതായത് ചാനൽ ചർച്ചകളിലെല്ലാം വളരെ ഉശിരോടെ CPM-ന് വേണ്ടി വാദിച്ചിരുന്നവർ, BJP എതിർത്തിരുന്ന ആ ഒരു റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോ BJP-യിലേക്ക് പോയിട്ടുണ്ട്. ഇവർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ഉം BJP-യും തമ്മിലാണ് വോട്ട് കൈമാറി എന്നൊക്കെ ഇവർ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുമ്പോൾ ജനങ്ങൾക്കറിയാം എവിടെ നിന്ന് വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രബുദ്ധരായ മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ CPM-നെയും LDF-നെയും പാടെ അവഗണിക്കുക തന്നെ ചെയ്യും ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല കോൺഗ്രസിൽ ഒരു കാലത്തും ഇല്ലാത്തതുപോലെയുള്ള ഒരു ഐക്യവും മാതൃകയായ പ്രവർത്തനങ്ങളും ഒക്കെ അവർ കാഴ്ചവെക്കുമ്പോൾ അതും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതല്ല. സാധാരണഗതിയിൽ നേതൃത്വ ക്യാമ്പ് പോലെയുള്ള അല്ലെങ്കിൽ ലക്ഷ്യ പോലെയുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോൾ കോൺഗ്രസിന്റെ അകത്ത് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും, അതായിരിക്കും ചർച്ച. പക്ഷെ എനിക്ക് തോന്നുന്നു അഭിപ്രായങ്ങൾ എന്നല്ല, അത് കയ്യാങ്കളിയിൽ വരെ എത്തുന്ന അവസ്ഥകൾ മുൻപുണ്ടായിരുന്നു. ഇപ്പൊ ക്യാമ്പ് കഴിഞ്ഞിറങ്ങുമ്പോ എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിൽക്കുന്നു. UDF അല്ല, ടീം UDF ആണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ സീറ്റുകളുടെ ധാരണയിലുണ്ടാകുമോ, വെച്ചുമാറ്റമൊക്കെ സാധാരണ ഇതിൽ ഉണ്ടാകാറുണ്ടല്ലോ. അല്ലെങ്കിൽ വിജയമാണ് മുന്നിൽ, അപ്പൊ ലീഗിന്റെ സീറ്റ് കോൺഗ്രസ്, അങ്ങനെയൊക്കെ വെച്ചുമാറ്റങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം തങ്ങൾ കൂടി ആലോചിക്കുമെന്ന് പറയുന്നു. കോൺഗ്രസ് വളരെ സജ്ജമായിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി. ഏത് വിധേനയും വിജയിക്കുക. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ്. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ പറയുന്ന പോലെ മോദി ബീഹാറിൽ സ്ത്രീകൾക്ക് പൈസ കൊടുക്കുമ്പോൾ കേരളത്തിലും അതേ ട്രെൻഡ് ഞാൻ ഫോളോ ചെയ്താൽ വോട്ടിടും എന്നുള്ള ഒരു മണ്ടമായ ചിന്ത, അല്ലെങ്കിൽ ഒരു മണ്ടത്തരമായ ചിന്തയാണ് ഇപ്പോഴും LDF-നുള്ള. കാര്യം അവരിനി വിജയിക്കാൻ വേണ്ടി ഉറപ്പാണ് പുതിയ കുറെ പദ്ധതികൾ. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷൻ കൂട്ടിയവരാണ്. അപ്പൊ പിന്നെ സാധാരണക്കാർ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ടല്ലോ ചേച്ചി. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അവകാശമാണ്. കാരുണ്യം എന്ന് പറയുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കാരുണ്യം ഏകദേശം നിർത്തിയ ഒരു രീതിയിലാണ് സർക്കാർ പോകുന്നത്. പിന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഇതൊന്നും കൊടുക്കാനാകുന്നില്ല.
മറുവശത്ത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം, തൊട്ട് അടുത്ത വാർത്ത എന്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. എന്താണ് വർഗീയത പറഞ്ഞാൽ ഭൂരിപക്ഷം ഞങ്ങൾക്കൊപ്പം നിൽക്കും, ന്യൂനപക്ഷങ്ങൾ ഇനി തങ്ങൾക്കൊപ്പം നിർത്താനാകില്ല എന്ന് പറയുന്നു. മറു സൈഡിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നറിയാൻ വേണ്ടി കർണാടകയിൽ ഇല്ലാത്ത പ്രശ്നം, കർണാടകയിൽ പ്രശ്നമുണ്ട്, അതവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അതിലേക്ക് കേരളത്തിലെ CPM-ന്റെ നേതാക്കൾ പോകുന്നു, അവിടെ പോയി എന്താണ് ഒരു സ്റ്റാർ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളത് കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ച് ഏത് വിധേനയും എന്താണ് വോട്ടാക്കാം എന്ന് കരുതുന്നിടത്താണ് ഇപ്പോ സർക്കാർ അല്ലെങ്കിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ LDF നിൽക്കുന്നത്. പക്ഷെ ഇത് വിജയത്തിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എന്താണ് ജയിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഇതേപോലെ ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ, ഒത്തൊരുമയോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ. കാര്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കോൺഗ്രസിനൊപ്പമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ നടന്ന എന്താണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം, AK ബാലന്റെ പരാമർശം, ഇതൊക്കെ എന്താണ് കോൺഗ്രസിന് അനുകൂലമായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇന്നലെ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് VD സതീശൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് രഹസ്യ കൂടിക്കാഴ്ചയാണ്. അവരുടെ സഭായോഗം നടക്കുന്ന സ്ഥലത്തേക്കാണ് പ്രതിപക്ഷ നേതാവ് പോയിട്ടുള്ളത്. എന്താണ് തന്റെ സ്വന്തം വണ്ടിയിൽ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിരുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് എന്താണ് സ്വാഭാവികമായും നമുക്കറിയാം, സഭാ നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ സഭയുടെ മുകളിലുള്ള അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാം. ഈ പറയുന്ന പോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് കോൺഗ്രസിന് കിട്ടി, അത് കോൺഗ്രസിന് ഗുണം ചെയ്തു എന്ന് കണ്ടത് കൊണ്ടായിരിക്കണമല്ലോ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പോയിട്ടുള്ളത്. അപ്പോ ഒരു സൈഡിൽ ഏത് വിധേനയും തങ്ങൾ ജയിക്കും, 100 സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുന്ന VD സതീശനും ടീം UDF സജ്ജമായി ഒരുങ്ങിക്കഴിഞ്ഞു. ഏത് വിധേനയും എന്താണ് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഏത് വിധേനയും വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറുവശത്ത് എന്താണ് ഇനി വെറും രാഷ്ട്രീയ പകപോക്കലിനെ VD സതീശന്റെ പേരിൽ കേസുകൾ CBIക്ക് വിടുന്നു, പുനർജനി അടക്കമുള്ള കേസുകൾ CBIക്ക് വിടുന്നു. അപ്പൊ എന്താണ് LDFന് തന്നെ മനസ്സിലായിട്ടുണ്ട് തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയെന്ന്. അത് മനസ്സിലാക്കി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലായിരിക്കും LDFന് തിരികെ വരാൻ കഴിയുന്നൊരു ചോദ്യം ബാക്കിയാണ്. പക്ഷെ ഇതുപോലെ മുന്നോട്ട് പോയാൽ UDFന് അധികാരത്തിൽ വരാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല.